അടിതെറ്റാതെ നടന്നു പോകാനുള്ള വഴിയോ അസുഖം ബാധിച്ചാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യമോ ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട് കൊല്ലത്ത്. ആദിച്ചനല്ലൂർ എന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ യാത്രാ ദുരിതം. ഈ വിഷയമാണ് ഞാനിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. വന്താണിക്ക് ആളുകൾ എടുത്തുകൊണ്ടാണ് അസുഖക്കാരെ കൊണ്ടുപോകണം. ഇതുപോലുള്ള ഒരു സ്ഥലം അപ്പുറത്തുമുണ്ട്. അവിടെയുള്ള ജനങ്ങളുടെ ഇവിടെ നിന്ന് വെച്ചാൽ 6 മാസം വെള്ളവും 6 മാസം കരയുമാണ്. ഇപ്പോൾ ആളുകൾ വെള്ളം കയറുന്ന സമയത്ത് ഇതൊക്കെ കിടന്ന് ഓടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും സർക്കാർ നടപടിയെടുത്ത് ഇത് ഇവിടെ മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തും ഒന്ന് സ്ലാബ് വാർത്ത് തരണം എന്നാണ് നമുക്കും പറയാനുള്ളത്. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 2 വർഷമായിട്ടുള്ളത് ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പറഞ്ഞേക്കുന്നത് 2-3 പേരെ വന്താണിക്ക് എടുത്തുകൊണ്ട് പോകണം. കസാരക്കകത്ത് കെട്ടി വന്താണിക്ക് എടുത്തുകൊണ്ടാണ് പോകണത്. പിന്നെ വേറെ വണ്ടി ഒന്നും വരാകത്തില്ല. വെള്ളമായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകത്തില്ല, വണ്ടി പോകത്തില്ല. അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഇറക്കി കഴിഞ്ഞാൽ ഇതൊന്നും അറിയാനൊക്കത്തില്ല. ഇതേ കണക്ക് അപ്പുറത്തെ സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ വരണം, വന്ന് അതും കാണണം. ശരിക്കുന്നത് വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും. അത് വലിയ ഒരു വയലാണ്. പിന്നെ ആറ്റിൽ കൂടെ വെള്ളം പൊട്ടി കയറും. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മൊത്തത്തിൽ വെള്ളമാണ്. ഇവിടെ എല്ലാം നമ്മൾ മറ്റേ സാറ്റലൈറ്റിൻ്റെ അതിനകത്തുണ്ട് ഉള്ളതാണ്. അപ്പോൾ ഈ സ്ഥലം ഒരു സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വരുന്ന സമയത്ത് ഓടി പെട്ടെന്ന് അങ്ങനെ രക്ഷപ്പെടാം. അത് അത്യാവശ്യമുള്ളതായിട്ടുള്ള കാര്യമാണ്. 2 കുട്ടികളെ ഞാൻ ഈ പാലം കടന്നു വന്ന് 2 പേരും താങ്ങി എടുത്തോണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരാൾ വരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കും. എന്നിട്ട് ആ ആളെയും ഒരാളെ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കൊച്ചിനെ വാങ്ങിക്കും. അതല്ലെങ്കിൽ 2 പേരും താങ്ങി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ കാല് വലിച്ചു കഴിയുമ്പോൾ തട്ടിയടിച്ച് വീഴാനൊക്കെ അങ്ങ് പോകും. 2-3 വട്ടം അങ്ങനെ വീഴാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ വീഴാതെ 2 പേരും താങ്ങിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ മോളെ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ അംഗൻവാടി പോകുന്നത്. ഞങ്ങൾ വന്നിട്ട് 12 വർഷത്തിൽ കൂടുതലായി. അന്ന് തൊട്ട് ഇതിങ്ങനെ തന്നെയാണ്. ഇന്നാണ് എൻ്റെ മോൻ വീഴാൻ പോയി ആ കമ്പിയിൽ ഉടുപ്പ് കീറി കുരുങ്ങിയത് കൊണ്ടാണ് രക്ഷപ്പെട്ട് കിട്ടിയത്. എപ്പോഴും അങ്ങനെ കൊച്ചുങ്ങളല്ലേ, നമ്മൾ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല. അവർ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. അപ്പോഴത്തേക്ക് വീഴാൻ പോകുമ്പോൾ കീറി എപ്പോഴും വീഴും. അന്ന് വീഡിയോ എടുത്തിട്ട് പോയതിൻ്റെ അപ്പോഴും തന്നെ അങ്ങോട്ട് ഇവരെ വല്യമ്മച്ച് നടന്ന് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കല്ലി തട്ടി മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്തത്. കൈയും നെറ്റും എല്ലാം പൊട്ടി. എപ്പോഴും മുറിവാ. എപ്പോഴും എം എൽ എ എടുത്ത് കാര്യം പറഞ്ഞപ്പോഴത്തെ MLA പറയുന്നതെന്ന് പറഞ്ഞാൽ അത് തൊഴിലുറപ്പുകാർ വഴി ശരിയാക്കി തട്ടെ. അവർ കോൺക്രീറ്റ് പണിക്ക് പോകുന്ന ആൾക്കാരല്ലല്ലോ. അവർ ഓരോ വസ്തുക്കളായിട്ട് അവർക്ക് പാർട്ടായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അവർ അതിൻ്റെ ജോലി ചെയ്യുന്നു, പോച്ച എത്തുന്നു, തടം എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് അവരെടുത്ത് പറയേ ഈ വഴി ശരിയാക്കി തരാൻ കോൺക്രീറ്റ് ഞാൻ പറഞ്ഞു സാറൊന്ന് വന്ന് കാണാൻ പറഞ്ഞു. കണ്ടതിന് ശേഷം അത് വരുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാന്നുള്ള കാര്യങ്ങളാണ് സാറ് പറയുന്നത്. അതിൻ്റെ റെക്കോർഡ് വിശദം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കേൾപ്പിച്ച് തരാം. ഒരു രക്ഷയില്ല. ഞങ്ങൾ മെമ്പറെടുത്ത് 30 വർഷം മുമ്പേ പറയുന്ന കാര്യങ്ങളാണ്. ഇത് 30 വർഷത്തോളം ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നുണ്ട്. മുമ്പ് എന്നെക്കാട്ടി മുതിർന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ വഴി ശരിയാക്കി തരാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവരതിനകത്ത് ഒരു നടപടി അവരെടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ പരാതികൾ കൊടുത്തു മടുത്തു. അധികൃതരുടെ മുന്നിൽ പോയി കൈനീട്ടി മടുത്തു. ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഏത് സമയവും ഇവിടെ അപകടം പതിയിരിക്കുന്ന കാഴ്ചയാണ്. ഇഴജന്തുക്കളടക്കമാണ് ഇവിടെ ഉള്ളത്. കാരണം ഒരു സൈഡ് കാട് മൂടിയ ഒരു പ്രദേശമാണ്, മറ്റേ ഭാഗത്താണ് ഇവർ താമസമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കൽക്കെട്ടുകളെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പാറ ചീളുകളെല്ലാം ഇളകിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പാറയുടെ ഇടയ്ക്കെല്ലാം ഇഴജന്തുക്കൾ പതിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രി കാലങ്ങളിൽ ഇത് പുറത്തിറങ്ങി ഇവിടെയുള്ള ആൾക്കാരെ കടിക്കുകയും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അല്ലേ ചേച്ചി? ശരിക്കും പേടിച്ചല്ലേ നിങ്ങൾ ഇവിടെ ഞങ്ങൾ കഴിയുന്നത്? അദ്ദേഹം എൻ്റെ സഹോദരനാണ് മരിച്ചത്. സമയത്ത് കൊണ്ടുപോകാനും രക്ഷിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. പിന്നെ ബന്ധുക്കാർക്കും വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആരുമില്ല. ഇത് വർഷങ്ങൾ കൊണ്ട് ഈ കല്ലിടി കൂടെയാണ് ഞങ്ങൾ നടന്നു വരുന്നത് തന്നെ. പിന്നെ ഇതേ തോട് തന്നെ അപ്പുറം മുക്കോംകോടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ വൃത്തിയാക്കി അവിടെ നല്ല റോഡ്, വലിയ വണ്ടികളാണ് ഇപ്പോൾ അതിലെ കൂടെ പോകുന്നത്. അത് വേറെ വാർഡാണെന്ന് തോന്നുന്നു. ഈ വാർഡ് തന്നെ തോന്നുന്നു. ഈ സ്ഥലം തന്നെ അതൊക്കെ നല്ല സഞ്ചരിക്കാനായിട്ടുള്ള നല്ല വഴിയായിട്ട് മാറി. ഇവിടെ മാത്രം വർഷങ്ങൾ കൊണ്ട് ഈ ആൾക്കാരാണെങ്കിൽ വെള്ളം കയറിയ എല്ലാം പിള്ളേരെ പാഠപുസ്തകങ്ങളായാലും സാധനങ്ങളായാലും സർട്ടിഫിക്കറ്റ് വരെ നശിച്ചു പോയി. വെള്ളം കയറി അവർ സ്കൂളുകളിൽ പോയി ക്യാമ്പിൽ താമസിച്ച് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ കുട്ടികളും ഈ വരുന്ന ഇന്നും ഒരു പൊടി കൂട്ടി ഇവിടെ മറിഞ്ഞു വീണ്. അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുക. കുട്ടികളുടെ തലമുറ ഇനി എന്തായി തീരുമെന്ന് അറിയാമോ? അവർക്ക് എല്ലാവരും ജോലി ചെയ്ത് അന്നും കൊണ്ടുവന്ന് അവർക്ക് സമ്പാദിച്ച് വെക്കാനോ വേറെ മാറിപ്പോകാനുള്ള ഒരു കഴിവൊന്നുമില്ല അവർക്ക്. വലിയ മഴയുള്ള സമയങ്ങളിൽ വീട്ടിലും വെള്ളം കയറും. പിന്നെ ഭയങ്കര വീട്
വീട്ടിനുള്ളിലെല്ലാം വെള്ളം കയറും. ആ കൊച്ചുങ്ങൾ അവർ സൂക്ഷിച്ച് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് എല്ലാം നനഞ്ഞു പോയിട്ടുണ്ട്. ഇല്ല, എൻ്റെ മോൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല ഇപ്പം. അങ്ങനെയുള്ള കുട്ടികളറിഞ്ഞ് ഈ വീടൊക്കെ എല്ലാവരുടെയും വീട് പുരോഗമിച്ചിട്ടില്ല. അങ്ങനെ ആ 3 സെൻറ്റ് കൊടുത്ത് അതിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിയുന്നവരുടെ ഈ വീടിൻ്റെയൊക്കെ ഗതി കണ്ടോ? ഒരു പുരോഗമനം അന്നുമില്ല. അന്ന് കൊടുത്ത വീടുകളും അതേപോലെ തന്നെ ഇരിക്കുക. ഇത് പുതുക്കി പണിയാനും ഇതിങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ അവരെന്തോ ബുദ്ധിമുട്ടുന്നുണ്ട്. ഭയങ്കര കഷ്ടമാണ് അവരുടെ ആ കാര്യങ്ങൾ. എൻ്റെ ഭർത്താവാണ് മരിച്ചത്. ഇതിലെ കൂടെ കൊണ്ടുപോകാൻ വഴിയില്ലാതെ വന്ന് ഞങ്ങൾ കസേരയ്ക്കകത്ത് ഇരുത്തിയാണ് ഇതിലെ കൂടെ കൊണ്ടുപോയി. ഇതിൽ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തൂടെ കൊണ്ടുപോകാൻ പെട്ട പാട് ഈശ്വരന് മാത്രം അറിയാം. എന്നിട്ട് ആ തിരിച്ച് ജഡം കൊണ്ടുവരാൻ നേരത്തും അതേപോലെ തന്നെ ഇതിലേ കൂടെ തന്നെ കൊണ്ടുപോയതും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. അതൊക്കെ ഒന്ന് കാണണം സാറുമാർ, എന്നാലോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആ രംഗങ്ങൾ. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചും കൊണ്ട് ഹാസ്യമായിട്ട് അങ്ങ് നടന്നങ്ങ് പോയി. മരണസമയത്താണ് ഞാൻ പറഞ്ഞത്. അന്നേരവും അവർ ഹാസ്യമായിട്ട് ചിരിച്ചുകൊണ്ട് പോയി. അവർ ഒരു കാര്യങ്ങളും നോക്കത്തില്ല, കാണത്തില്ല. ഇങ്ങോട്ട് ഒരു കാര്യങ്ങൾ വന്ന് അറിഞ്ഞാൽ പോലും നമ്മുടെ അടുത്ത് വന്ന് പറയത്തില്ല. അവർക്ക് പോലും ഇതിലെ കൂടെ വരാൻ പറ്റുന്നില്ല. എന്നിട്ടാ അവർ എന്തോ വന്ന് സാധിക്കും. അന്നേരം അന്ന് മരിച്ചത് എൻ്റെ കൊച്ചിനാണ്. ഇപ്പോൾ സ്ലാബ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് പോലും പെട്ടെന്നൊരു ഓട്ടോ വിളിച്ചായാലും കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കായിരുന്നു. അപ്പോൾ അന്ന് എത്തിക്കാൻ പറ്റിയില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഈ കസേരയിൽ ഇരുത്തിയാണ് കൊച്ചിനെ കൊണ്ടുപോയത്. നമുക്കൊരു 20 മിനിറ്റ് മുമ്പ് എത്തിച്ചെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഈ എത്തിപ്പെടുത്താൻ പറ്റിയില്ല. അത് എത്തത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഓട്ടോ വരുള്ളൂ. ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകണം. കുഞ്ഞമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ അതേസമയം ഇതിവിടെ സ്ലാബ് വാർത്തിട്ട് ഒരു റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ഓട്ടോ വന്ന് നിൽക്കും. സുഖമായിട്ടൊന്ന് ഓട്ടോക്കാരനും കൂടെ സഹായിച്ചാൽ കുഞ്ഞമ്മയെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ അതിന് നമുക്ക് സാധിച്ചില്ല. അത് ഈ ഒരു വഴിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധിക്കാതെ പോയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളെ കൊച്ചു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നേനെ. എന്നുവെച്ചാൽ ഒരു 20-30 മിനിറ്റ് താമസിച്ച് പോയി. എന്നുവെച്ചാൽ ഈ നാട്ടുകാരെ വിളിച്ച് അവർ വന്ന് ഈ കസേരയിൽ ഇരുത്തി. അത് ഇവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഇവരവിടെ കൊണ്ടുപോയി എത്തിച്ചത്. ആ വണ്ടിയിൽ കൊണ്ടെത്തിച്ച് എന്നുവെച്ചാൽ പ്രഷർ മണ്ടയ്ക്ക് കയറിയതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനും പറ്റിയില്ല. അങ്ങനെയാണ് നമുക്ക് ആ കൊച്ചിനെ നമുക്ക് നഷ്ടമായി പോയതും അങ്ങനെയാണ്. അല്ലാതെ ഈ നാട്ടുകാർക്ക് ആയാലും ശരി തന്നെ. ഇനിയും ഉണ്ട്, പ്രായമുള്ളവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. രാത്രി എന്തെങ്കിലും ഒരു വയ്യായി വന്നാൽ ഓടിക്കൊണ്ട് പോകാനായാലും ബുദ്ധിമുട്ടാണ്. ഇത് അധികാരികളുടെ അടുത്ത് പറഞ്ഞ് എല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും പറഞ്ഞു മടുത്ത കാര്യമാണ്. ഇതിലെ കൂടെ പോകാൻ പറ്റത്തില്ല. ഗർഭിണികളായാൽ പോലും രാത്രിയിലൊന്ന് വയ്യാതെ വന്ന് ഒരു മരുന്ന് പിടിക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്കുണ്ടായിരുന്ന ഒരു മോള് അതും അബോർഷനായി പോയി പെട്ടെന്നുള്ള പോയി വരുന്നതിൻ്റെ പേരിൽ. സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും ബുദ്ധിമുട്ട് മാറും. ഒരു വണ്ടി ഓട്ടോ ആയാലും ആംബുലൻസ് ആയാലും രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. ഇവിടെ എല്ലാ വീടുകാർക്കും അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് നമ്മൾ പറഞ്ഞായിരുന്നു, അവരുടെ അടുത്ത് പറഞ്ഞു. ഇവിടെ കൗൺസിലറിന്റെ അടുത്ത് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ആളുകളുടെ അടുത്തെല്ലാം നമ്മൾ പറയുന്നുണ്ട്. വോട്ട് ചോദിച്ച് വരുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ പറയുന്നുണ്ട് ഈ വഴിയുടെ കാര്യം. അവർ ഗവനിക്കുന്നത് പോലും ഇല്ല. ഉള്ള സത്യം പറയാം. അവർക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവർ പോകുന്നത്. പക്ഷേ അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു വോട്ടിന്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും. വന്നിട്ട് പറയും നമുക്ക് വോട്ട് വേണം. ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് വരും. വരുന്നിട്ട് പറയും വോട്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാം വേണം എന്നും പറഞ്ഞ് വോട്ടിന് വേണ്ടി ചോദിച്ചു വരും. എന്നാൽ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ ഇതിനകത്തൊരു സഹായം ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വഴിയുടെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും വേണ്ട. ഒരു ഓട്ടോറിക്ഷ കയറി വന്ന് ഒരു വയ്യാത്ത ഒരാളായാലും ഒരു ഗർഭിണീനെ ആയാലും കുഞ്ഞു കുട്ടികളെയാലും സ്കൂളിൽ വിടാനുള്ള മാർഗ്ഗം മാത്രം മതി. ഞങ്ങൾക്ക് സർക്കാർ അതിനൊരു നടപടി എടുത്തു തരണം. എനിക്ക് ഞാൻ തന്നെ ഗർഭിണിയായിരുന്നു. ഇവിടെ വീണതിന് ശേഷം എനിക്ക് അബോർഷനായി പോയതാണ്. എനിക്ക് വന്ന സംഭവം. ഗർഭിണിയായിരുന്നു ഞാൻ 2 മാസം ആയപ്പം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞുങ്ങൾക്ക് ഇതിനൊക്കെ സ്കൂളിൽ പോകാനായിട്ടുള്ള സൗകര്യം പോലും ഇല്ല. മിക്ക കൊച്ചുങ്ങളും ഇതിൽ വീണ് എന്തെല്ലാം അപകടങ്ങളും പരിക്കുകളും വന്നിട്ടുണ്ടെന്നറിയാം. തല പൊട്ടിയിട്ടുണ്ട്. ഇവിടെ 2-3 വീടുകളിലെ പിള്ളേരുടെ വീണ്. എൻ്റെ മോള് വീണിട്ടുണ്ട്. അതിനൊക്കെ ഒരു സാഹചര്യവും നമുക്കുണ്ടായി. അന്ന് തന്നെ മരണത്തിന് തന്നെ വന്നപ്പോഴും എൻ്റെ അച്ഛനാണ് മരിച്ചത്. മരണത്തിന് വന്നപ്പോഴും ഞങ്ങൾ ഇതേണൊക്കെ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് ഈ വഴിയുടെ കാര്യം ഒന്ന് ശരിയാക്കി തരണം, എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ ഹാസ്യമാക്കി ചിരിച്ചുകൊണ്ടാണ് പോയത്. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ 3 സെൻറ്റ് വസ്തുവാണ്. ആ വസ്തുവിനകത്തുനിന്ന് നമ്മൾ പകുതി ഭാഗവും കൊടുത്ത് അപ്പുറം 2 റോഡ് പോലെ ആക്കി തരാമെന്ന് അവരിപ്പോൾ പറയുന്നത്. പക്ഷേ അതിനായിട്ടുള്ള സാഹചര്യം നമ്മൾ കാരണം ഗവൺമെൻറ്റിൻ്റെ വസ്തുവാണ് ഞങ്ങൾക്ക് 3 സെൻറ്റ് കിട്ടിയത്. അതിൽ നിന്നും പകുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് എന്തുകൊണ്ട്? ഞങ്ങളെ പോലുള്ളവരെല്ലാം പാവങ്ങളാണ്. അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിൽ നിന്നും കൂടെ ഇത് പോയെന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അതാണ് തന്നെ വെള്ളം കയറുമ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ. വെള്ളം കൊണ്ടുവന്ന് ഈ വെള്ളം കയറി ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. കംപ്ലീറ്റും നിറഞ്ഞ്
ഒഴുകുന്ന രീതി. അപ്പോൾ നടക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ട്. നമുക്ക് വേറെ ഒന്നും വേണ്ട. കിണറുണ്ട്, കിണറായാലും ഇതിൽ നിന്ന് ഊറ്റിറങ്ങുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ നമുക്ക് ഊറ്റിറങ്ങുകയാണ് ചെയ്യുന്നത്. കുടിവെള്ളം പോലും നമുക്ക്, പിന്നെ പൈപ്പ് ലൈൻ ഉണ്ട്, അത് വല്ലപ്പോഴും ഇതണക്ക് വരും വെള്ളം. അത് നമ്മൾ പിടിച്ചിട്ട് ഓരോരുത്തർക്കും ടാങ്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് എങ്ങനെയെങ്കിലും റെഡിയാക്കി തന്നേ പറ്റത്തുള്ളൂ. എങ്കിലും ഞങ്ങൾ ഈ ഭാഗത്ത് എല്ലാവരുടെ വോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വഴി റെഡിയാക്കി തന്നെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല ഒരു കാരണവശാലും ഞങ്ങൾ ഒരു 50ഓളം ആൾക്കാരുണ്ട്, അവരാരും വോട്ട് ചെയ്യത്തില്ല. 50ഓളം വീട് അവരാരും വോട്ട് ചെയ്യത്തില്ല. അത് ഞങ്ങൾക്ക് കർശന നടപടിയാണ്. ഇത് ഞങ്ങൾക്ക് വഴി ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും വേണ്ട, ഒരു ഓട്ടോ കയറി വരുന്ന സൗകര്യവും ഒപ്പിച്ചു തരണം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലെ ഗൃഹനാഥൻ സുരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 10 ദിവസമായതേ ഉള്ളൂ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ട്. ഇവിടെ നിന്നും തക്ക സമയത്ത് ചികിത്സ ലഭ്യമാകാനായിട്ട് വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും, ഒരു വണ്ടി ഇവിടേക്ക് കടന്നു വരത്തില്ല. അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളടക്കം പറയുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ആദിച്ചനല്ലൂർ നിലമേൽ വയൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മളുള്ളത്. പ്രദേശവാസികളടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവരുടെ യാത്രാ ദുരിതങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ബിന്ദു എന്ന ചേച്ചിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്, അല്ലേ ചേച്ചി? ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ വഴി ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഞങ്ങൾ അന്ന് തൊട്ടേ ഓരോ മെമ്പർമാർ വരുമ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ വഴിയെക്കുറിച്ച്. അപ്പോഴവർ പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനെ തന്നെ നടക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങ് കളഞ്ഞു. കാരണം നമ്മൾ അന്നന്ന് ജോലിക്ക് പോയി കഴിയുന്നവരാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പിറകെ രാഷ്ട്രീയമായിട്ട് നടക്കാനോ അതിൻ്റെ പിറകെ പോകാനൊന്നും നമുക്ക് നേരവും ഇല്ല. നമ്മളെ പിറകെ അനുനയിച്ചുകൊണ്ട് പോകാനും ആരുമില്ല. ഇവിടെ ഏത് മെമ്പർമാർ വന്നാലും പറയുന്ന നിങ്ങൾക്ക് ഞങ്ങൾ വഴി തരാം എന്നുള്ള മോഹന വാഗ്ദാനം തന്നിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് അത് പറ്റത്തില്ല, ഇത് ഇറിഗേഷൻ്റെ വകയാണ്, ഇത് പാലം ഇടാൻ പറ്റത്തില്ല, ഒന്നുകൂടെ ഈ 10 ദിവസം ആയതേ ഉള്ളൂ. അവിടെ ഒരു വീട്ടിൽ ഞങ്ങളൊരു ബന്ധുവാണ്, അറ്റാക്ക് വന്ന് 1.5 മണിക്കൂറായി ഞങ്ങളിവിടെ നിന്ന് റോഡിലെത്തിക്കാൻ. പിന്നെ ഇവിടെയുള്ള പിള്ളേരെല്ലാവരും കൂടെ കയറി കസേരയിട്ട് ഈ വഴി ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്ന ഒരാൾ കസേര ഇരുത്തി ഭയങ്കര ദുരിതപ്പെട്ടാണ് ഞങ്ങൾ 1.5 മണിക്കൂർ. ജീവൻ പോലും രക്ഷിക്കാൻ പറ്റിയില്ല നമുക്ക്. ഡോക്ടർ പറഞ്ഞ ഒരു അരമണിക്കൂറിനകം ഇവിടെ എത്തിച്ചെങ്കിൽ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം പെട്ടെന്നുള്ള ഒരു ഇതും ഇവിടെ ഒരു ആട്ടോ വരത്തുപോലും ഇല്ല. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആ മനുഷ്യനെയും കൊണ്ട് നമ്മൾ ആ റോഡിൽ അവിടെ നിന്നു. അപ്പോൾ അത്രയും നമ്മൾ ഈ 30 വർഷമായിട്ട് നമ്മളിങ്ങനെ കഴിയാം. അപ്പോൾ നമുക്കുണ്ടായ കുട്ടികളും ഈ ദുരിതം അനുഭവിച്ചാണ് അവർ ഈ റോഡിൽ കൂടെയാണ് വളർന്നതും എല്ലാം. പല പ്രാവശ്യം വീണിട്ടുണ്ട്. എൻ്റെ അണ്ണനെ ഈ റോഡിന് ഇവിടെ വന്ന് സന്ധ്യയ്ക്ക് പോകുന്നിട്ട് പാമ്പ് കടിച്ചത്, എൻ്റെ ചേച്ചീനെയും പാമ്പ് കടിച്ചത്. അത് നടന്നിട്ടിപ്പോൾ ഒരു 8 മാസമാവത്തേ ഉള്ളൂ. എൻ്റെ അണ്ണനെ പാമ്പ് കടിച്ചിട്ട് ഇവിടെ കിടന്നാരെ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലും പറ്റിയില്ല. കാരണം വണ്ടിയില്ല. അണ്ണനെ ആശുപത്രി എത്തിക്കാൻ വെച്ച് അണ്ണൻ മരിച്ച്. പക്ഷേ ചേച്ചീനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തത്. ചേച്ചീനെ മൂർഖനാണ് കടിച്ചത്. അത് ഇതിലിങ്ങനെ ചുറ്റി കിടന്നേത്. ഞങ്ങൾ ജോലി അന്ന് ഇവിടെ പോസ്റ്റ് ലൈറ്റ് പോലും ഇല്ല. ഇപ്പം ഈ പോസ്റ്റ് ലൈറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് 1 വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ആ ചേച്ചി അങ്ങ് താമസിക്കുന്നത്. അവരതിന് ശേഷം ഇവിടെ നിന്ന് വീട് മാറിപ്പോയി. പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത വീടാണ്. ഇവിടെ എല്ലാം പഞ്ചായത്തിൽ നിന്ന് 3 സെൻറ്റ് വീതം ഞങ്ങൾക്ക് തന്നതിനകത്താണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. ആ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് വെച്ചിട്ട് അവിടെ താമസിക്കാൻ പോലും അവർക്ക് പറ്റാതെ അവരുടെ നിന്ന് പോയി. കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോഴും പേടിയാണ്. കാരണം വെച്ചാൽ ഈ വഴിയില്ലാത്തതുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം ആരും വീട് വെക്കാതെ ഇട്ടേക്കുന്നത്. ഇതെല്ലാം വലിയ പണക്കാര വസ്തുക്കളാണ്. അവർക്ക് താമസിക്കാനോ അവർ കൃഷി പോലും ചെയ്തിട്ടാണ് ഈ പാമ്പുകൾ ഇവിടെ കയറി കിടന്നിട്ട് നമ്മൾ ഈ ഉള്ള കുറച്ച് ആൾക്കാർക്ക് നടക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്നത്. ആ 2 വീടും അതേ കണക്ക് പൂട്ടിയിട്ടിരിക്കുക. വാടകയ്ക്ക് പോലും ആരും വരുന്നില്ല. അങ്ങനെ അവർ മാറിപ്പോയി. അവർ വാടകയ്ക്ക് താമസിക്കുക. അവർക്ക് വാടക കൊടുക്കാൻ നിവൃത്തി ഉണ്ടായിട്ടെന്നല്ല. പക്ഷേ ഈ ദുരിതം അനുഭവിച്ച് ആ ചേച്ചിക്ക് കിഡ്നിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അസുഖൻ്റെ ഈ വീട്ടിലൊരു അണ്ണനുണ്ട്. ആ അണ്ണനും സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ അത്രയും പാടാണ്. അവരും അത്രയും ദുരിതം അനുഭവിച്ച് അവരും കഴിയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വഴി വന്നെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ഇനിയെങ്കിലും ഈ വർഷമെങ്കിലും ഞങ്ങൾക്ക് വഴിയുടെ കാര്യത്തിൽ തീരുമാനമായാലും ഞങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകത്തില്ല. ഇവിടെ ഞങ്ങൾ 10-50 പരം ജനങ്ങളുണ്ട്. അതെ, പക്ഷെ ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ വീടുകൾ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം സാധാരണക്കാരാണ്. അതിന്ന് 3 സെൻറ്റ് MLAയോട് സംസാരിച്ചപ്പോൾ MLA പറയുന്ന നമ്മൾ വഴി വിട്ടുകൊടുക്കുക. ഈ 3 സെൻറ്റ് സർക്കാർ തന്നതിനകത്ത് നമ്മൾ എങ്ങനെ വഴി വിട്ടുകൊടുക്കുന്നത്? എന്നാൽ ഞങ്ങളൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾക്ക് സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ വഴി വിട്ടു കൊടുക്കും? പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഇച്ചിരി പണക്കാര വസ്തുവാണ്, അവർ കൊടുക്കുമായിരിക്കാം. പക്ഷെ നമ്മൾ എങ്ങനെ 3 സെൻറ്റുള്ളവർ കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊരു താമസം 30 വർഷമായി. ഈ 30 വർഷമാണ് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുക. അങ്ങനെ ഒരുപാട് പേര്, 50-ൽ പരം കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത്.
ശരിക്കും ഇവരുടെ യാത്രാ ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കണ്ടു തന്നെ അറിയണം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഞാൻ ഈ നടക്കുന്ന ഭാഗം തന്നെ വലിയ രീതിയിലുള്ള അപകടകരമായ രീതിയിലാണ്. നമുക്ക് അതാണ്ട് കോൺക്രീറ്റിൻ്റെ പാളികളെല്ലാം തന്നെ ഇളകി മാറിയിരിക്കുന്നു. കുഞ്ഞു കുട്ടികളടക്കമാണ് ഇതുവഴി നടന്നു പോകുന്നത്. ഏത് സമയവും അപകടം പതിയിരിക്കുന്ന വലിയൊരു കാഴ്ചയാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് നിങ്ങളിങ്ങനെ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? കുട്ടികളെയൊക്കെ കൊണ്ട് ഇതിലേക്കുള്ള സ്കൂളിൽ പോകുന്നത് തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് പോണത്. അവിടുന്ന് വരുമ്പം തന്നെ കണ്ട അതേ വഴിയാണ് ഞങ്ങൾ ചാടിക്കടന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് തന്നെ. പിന്നെ മരിച്ചത് ഞങ്ങളുടെ അച്ഛനാണ് മരിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് എല്ലാം താമസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അച്ഛന് ഇങ്ങനെ ഒരു ഇത് പറ്റിയതെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. എന്തായിരുന്നു അസുഖം അച്ഛന്? അച്ഛന് സ്ട്രോക്ക് വന്നിട്ടാണ് അച്ഛന് ഇതേണക്കായത്. പക്ഷേ കുറച്ച് ഒരു മണിക്കൂർ മുന്നേ കൊണ്ട് ചെന്നായിരുന്നെങ്കിൽ അച്ഛന് ഇഞ്ചക്ഷൻ കൊടുത്ത് രക്ഷിക്കാമായിരുന്നെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഇതിലേക്കൂടെയാണ് ഞങ്ങളുടെ അച്ഛനെ ഈ തോട്ടിൻ്റെ ഇതിലേക്കൂടെയാണ് അച്ഛനെ കസാലയിരുത്തി കൊണ്ടുപോയി. അതേ കണക്ക് തന്നെ മരിച്ചു കൊണ്ടുവന്നപ്പോഴും അച്ഛനെ ഈ തോട്ടിൻ്റെ നടുക്കൂടെയാണ് ഞങ്ങൾ ജഡം വരെ വീട്ടിൽ വന്നത് തന്നെ. അതിൻ്റെ വീഡിയോ സഹിതം ഞങ്ങളെ കയ്യിലുണ്ട്. അതേ കണക്ക് തന്നെ ഞാൻ 2 ദിവസത്തിന് മുന്നേ MLA വിളിച്ചായിരുന്നു. MLA വിളിച്ചപ്പോൾ MLA പറയുന്നത് ഇതിലെ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരാൻ പറ്റത്തില്ല. അതേ കണക്ക് തന്നെ ഈ ഇടിഞ്ഞു കിടക്കുന്ന ഇതുപോലും ശരിയാക്കി തരാൻ പറ്റത്തില്ലെന്നാണ് MLA പറയുന്നത് തന്നെ. ഈ കൽക്കട്ടെല്ലാം പൊളിഞ്ഞു കിടക്കുന്നുണ്ട്, തട്ടി വീഴാനുള്ള തട്ടി വീണിട്ടുണ്ട്. എൻ്റെ വല്യമ്മച്ചി തട്ടി വീണ് ഈ മരണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇല്ല ഭാഗത്ത് മറിഞ്ഞു വീണ് ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് വല്യമ്മേനെ. ഇല്ല, ആരും വരുന്നില്ല. കാര്യം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആരും വരുന്നില്ല ഞങ്ങളെ വീട്ടിൽ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ. അതുകൊണ്ടാണ് MLA വിളിച്ച് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത്. അതേ കണക്ക് തന്നെ മെമ്പർ മരണത്തിന് വീട്ടിൽ വന്നിട്ട് പോലും ഞങ്ങൾ ഈ കാര്യങ്ങൾ മെമ്പർ അടുത്ത് പറഞ്ഞിട്ട് പോലും ഇതുവരെ പുറത്തിറങ്ങി നിന്ന് ചിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഇത്രയും വിഷമിച്ചിരുന്നിട്ട് പോലും അവർ പുറത്തിറങ്ങി നിന്ന് ചിരിക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പം തന്നെ ആന്ന് മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും, പിന്നെ റോഡിൽ ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരു ഗതിയാണ് വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമുക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ വീട്ടിൽ എനിക്കൊരു അമ്മയുണ്ട്. അത് കാണാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടക്കാനുള്ളൊരു വഴി. ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുവരണമെന്നോ അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് 87 വയസ്സുണ്ട്. ഇപ്പോൾ അവരെ നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതിനെ കൊണ്ടുപോകാം, ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ കാണാം ഞാൻ എങ്ങനെ വരുന്നതെന്ന്. അത്രയ്ക്ക് ഗതികേടാണ്. ഞങ്ങൾ അന്ന് മാറി മെമ്പർമാർ, ഒരു മെമ്പറല്ല ഞാൻ പറയുന്നത്, എല്ലാം ഓരോരുത്തരും പറഞ്ഞത് ഞങ്ങൾക്കില്ലെങ്കിൽ ഇതിലൊരു വഴി, അല്ലെങ്കിൽ ഇതിൽ സ്ലാബ് ഇട്ടുക, ഞങ്ങൾക്കൊരു വണ്ടി സൗകര്യം, അല്ലെങ്കിൽ നമ്മളെ UP സ്കൂളിൽ താഴോട്ടൊരു വഴിയുണ്ട്, അതൊന്നും റെഡിയാക്കി എത്തുക. എല്ലാത്തിനും ഞങ്ങൾ കുറേ ശ്രമിച്ചതാണ് ഇവിടെ എല്ലാവരും. ഞങ്ങൾ MLA ഞാൻ പോയി പേപ്പർ ഒപ്പിട്ട് മേടിച്ചതാണ്. അതെൻ്റെ ഇരിപ്പുണ്ട്. ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇനിയിപ്പം മഴക്കാലമാണ്. അത് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയിപ്പം നടക്കാൻ പോലും പറ്റില്ല. വെള്ളക്കെട്ടാണ്. ഞങ്ങൾ പിന്നെ അങ്ങനെ ജീവിക്കണ്ടേ? ഞങ്ങൾക്കിത് വിറ്റിട്ട് പോകാൻ പറ്റുമോ? നമ്മളെവിടെ വന്നിട്ട് ഇപ്പം 15 വർഷമായി. ഇതിലെ കൂടെ നടക്കാൻ വലിയ പാടാ. പിന്നെ ഇവിടെ ഇച്ചിരി മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം തൊലി വെള്ളമില്ലേ. മഴ കഴിഞ്ഞാൽ പാടാ. പിന്നെ സ്കൂൾ പിള്ളേർ പോയി കഴിഞ്ഞാൽ അവിടെ ആറ്റിലെ പോയി വീണ്ടും കാൽക്കായി കരുവി റോഡിൽ കൂടെ നടന്നു പോകണം. മൊത്തം തൊലി. അപേക്ഷ എടുത്ത് മെമ്പർ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞ് ഇവിടെ 2 വീട്ടുകാർ തടസ്സം ചെയ്യുന്നെന്നും പറഞ്ഞ് മെമ്പർ അങ്ങ് പോയി. ഈ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വാരിക്കെട്ടി പള്ളിക്കൂടത്തിലും സ്കൂളിലും അവിടെ ഇവിടെ പോകുന്നത്. പിന്നെ 6 മാസം ചൊവ്വന് നടക്കാം. 6 മാസം കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തത്തിൽ ഇഞ്ഞ് ഈ വയസ്സായ കിളവിയാരെങ്ങനെ പോകും? അതുപോലെ അവൻ്റെ തള്ളെ കഷാരയ്ക്കകത്ത കൊണ്ടുവരുന്നത്. ഇല്ല നിൽക്കുന്ന പെണ്ണിൻ്റെ മെനഞ്ഞാന്ന് കൊണ്ടുപോയി കഷാര്. ഈ വയസ്സായ തള്ളാരെ എങ്ങനെ കൊണ്ടുപോകണം? ഒരു പൊടി നടക്കാത്ത തള്ളാരെ കൊണ്ടുപോകുന്നത്. അപ്പുറത്തെ പാർട്ടിക്കാരൻ മെമ്പറെ ഇല്ലേ സൂതൻ്റെ വണ്ടി ഇത്രയും പൊങ്ങിക്കിടക്കുക. മരിച്ച് ഇതിലേ കൂടെ ചുമന്ന ആ മയ്യ അവിടെ കൊണ്ടുപോയത്. എന്നിട്ട് പോലും ഈ പഞ്ചായത്തുകാർക്ക് ഒരു തരം വരും, വോട്ട് തരാം, നിങ്ങൾക്ക് നാളെ വഴി വൃത്തിയാക്കി തരാം. പിന്നെ ഈ വോട്ട് വാങ്ങിച്ചിട്ട് ഒരു മെമ്പർമാരെ ഞങ്ങൾ കാണുന്നില്ല, വരുത്തതുമില്ല. ഞാൻ പറയാം നിങ്ങൾക്കിത് പാസ്സാവത്തില്ല, 15 വർഷം പിടിക്കും, ഇതിലെ കൂടെ സ്ലാബ് ഇട്ട് തരാൻ 15 വർഷമൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞ് മെമ്പറങ്ങി. പിള്ളേരാണെങ്കിൽ തലയിലാണ് പുസ്തകം വെച്ചോണ്ട് പോകുന്നത്. അപ്പോൾ നടക്കാൻ പോലും ഗതിയില്ല. എൻ്റെ 3 മക്കളാണ് എനിക്കുള്ളത്.
തലേ വെച്ചോണ്ടാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നത്. ഒരു മെമ്പറിനോട് പറഞ്ഞാൽ ആരും എവിടെല്ലാം ഞാനും പോയി, ഇവിടുത്തെ ആൾക്കാരും പോയി. എന്നിട്ട് ഒരു ശവം വന്നാൽ അത് വെക്കാൻ പോകത്തില്ല. പിന്നെ ഒരു അച്ഛന്മാർ വരത്തില്ല, ഒരു പള്ളിക്കാർ വരത്തില്ല. ഞങ്ങൾ വെറും താണ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ദയവ് ചെയ്ത് ഏത് സർക്കാരാണെങ്കിലും എന്തായാലും ഞങ്ങൾക്ക് നാളെ ഒരു ഓട്ടോ വരുന്ന വഴിയെങ്കിലും തരണമെന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുന്നു. ആദിച്ചനെല്ലൂർ ചിറയിൽ നിന്നും ജലസംഭരണത്തിനായിട്ട് ജലം ഒഴുക്കിവിടുന്നതിനായിട്ട് നിർമ്മിച്ച ഒരു കനാലാണ് ഇത്. ഇതുവഴി മഴക്കാലമാകുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ കനാലിൻ്റെ കൽക്കെട്ടാണ് നമുക്ക് ഈ കാണുന്നത്. ഈ കൽക്കെട്ടിൻ്റെ മുകളിലൂടെ മാത്രമാണ് ഇവർക്കിപ്പോൾ നടന്നു പോകാൻ സാധിക്കുന്നുള്ളൂ. 2 കൽക്കെട്ടുകൾ ഉണ്ട്. ഇതിൻ്റെ ഒരിക്കലും ഇത് നടന്നു പോകാൻ വേണ്ടി നിർമ്മിച്ചതല്ല, ഇതിൻ്റെ ഒരു സംരക്ഷണ ഭിത്തിയാണ്. പക്ഷേ ഇവർക്ക് വഴിയില്ലാത്തതുകൊണ്ട് നിർഭാഗ്യവശാൽ ഇവർക്ക് ഇതുവഴി മാത്രമേ നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ കല്ലും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് പാളികളും സിമൻറ്റ് കട്ടകളടക്കം അടർന്നിളകിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു കൊച്ചു കുട്ടിയാണ്. ഇവൻ കാൽ വഴി ഏത് സമയം ഇവിടേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്. ഇവൻ വീണിട്ടുമുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലേ മോനെ? വീണെന്നല്ലേ പറഞ്ഞത്? എപ്പോഴാണ് വീണത്? തട്ടി വീണോ? കാല് മുറിഞ്ഞായിരുന്നു? ഇവിടെ മുറിഞ്ഞു കണ്ടോ? ശരിക്കും ഇവൻ്റെ കാല് മുറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവിച്ചത്. ഈ കുട്ടി ഇതുവഴി പോയപ്പോഴാണ് കാൽ വഴുതി വീണത്. അതുപോലെ ഒരുപാട് ദുരനുഭവങ്ങളാണ് ഈ പ്രദേശവാസികൾക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. കാരണം ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇഴജന്തുക്കളുടെ വലിയ ശല്യമുണ്ട്. നമുക്ക് കാണാം, ഈ കല്ല് ഇളകിയ ഈ കല്ലിൻ്റെ ഇടയിലെല്ലാം ഇഴജന്തുക്കൾ പതിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ചെറിയ രീതിയിൽ കാട് മൂടിയ ഒരു സാഹചര്യമാണ്. ഇവിടെ കൃഷി ഇടമാണ്. ഇവിടെയെല്ലാം മഴക്കാലമാകുമ്പോൾ തന്നെ ഇഴജന്തുക്കളുടെ വലിയ ശല്യമുണ്ട്. ഒരുപാട് പേരെ പാമ്പ് കടി ഏറ്റ സാഹചര്യം, മരണം വരെ സംഭവിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അതെ ദുരനുഭവങ്ങൾ ഏറെയുണ്ട്. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം, ഇവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം. അടിയന്തരമായിട്ട് ഇവർക്കൊരു വഴി, സഞ്ചാരയോഗ്യമായ വഴി വേണം എന്നുള്ള വലിയ ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.